ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മധ്യ തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗമായ തിരുവല്ലായിൽ പാസ്റ്റർ രാജു പൂവക്കാല നേതൃത്വം കൊടുക്കുന്ന പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള IPC പ്രയർ സെന്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയുള്ള അടുത്ത 9 മിനിറ്റ് സമയം താൻ പ്രാപിച്ച ദർശനവും തന്റെ സാക്ഷ്യവും IPC പ്രയർ സെന്ററിന്റെ ഇന്നുവരെയുള്ള ചരിത്രവും അല്പമായി നമ്മളോട് താൻ പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്നു. പെന്തക്കോസ്ത് സത്യങ്ങളുടെയൊക്കെ ആരും ഇറങ്ങാത്ത കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ 70 വർഷത്തിന് മുമ്പ് തിരുവല്ലായിക്കെടുത്ത അഞ്ചുദാനത്ത് പാസ്റ്റർ എബ്രഹാമിൻ്റെ പ്രസംഗത്താൽ സുവിശേഷ സത്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പെന്തക്കോസ്തിൻ്റെ 3-ാം തലമുറക്കാരനാണ്. എനിക്കും ഈ കർത്താവിന് സാക്ഷിയാകുവാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം നാഗാലാൻഡിൽ കർത്താവിനെ ഒരു വർഷക്കാലം സേവിപ്പാനും ജോലിയിലായിരിക്കാനും സർവശക്തനായ ദൈവം സഹായിച്ചു. അതിനുശേഷം നാട്ടിൽ മടങ്ങി വന്ന തൊഴിലാ പട്ടണത്തിൽ ഒരു ഹയർ പർച്ചേസിംഗ് കമ്പനി തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ ബ്രാഞ്ച് മാനേജരായി 11 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചാബിൽ പത്താംകോട്ട ഇപ്പോൾ IPCയുടെ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോൺ 40 ദിവസം ഉപവാസത്തിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അവസാനത്തെ 4 ദിവസം സുവിശേഷം പ്രസംഗിക്കുവാൻ അദ്ദേഹം ക്ഷണിക്കുകയും എനിക്കവിടെ ചെന്നൈയിൽ കർത്താവ് സഹായിച്ചു. ഉപവാസപ്രാർത്ഥനയുടെ സമാപന ദിവസം ശുശ്രൂഷിപ്പാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ശക്തമായ ദൈവിക സന്ദർശനം എൻ്റെ മേൽ ദൈവമയക്കുവാനായിട്ട് ഇടയായി തീർന്നു. വലിയ പ്രകാശം നൽകി ഞാനായിത്തീരുകയും ശക്തമായ നിരീപക്ഷിതമാവ് എന്നോട് കർത്താവിൻ്റെ പൂർണ്ണസമയം വിലക്കോട് ഇറങ്ങിത്തിരിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തിരുവല്ലയിലെ ജോലി വിടുവാനും ശമ്പളം വിടുവാനും ഒക്കെയുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾക്കുണ്ടായിരുന്നെങ്കിലും ഞാനും എൻ്റെ ദൈവവുമായി ശക്തമായ മൽപ്പിടുത്തം നടത്തുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് സത്യം. കർത്താവിൻ്റെ ദാസൻ ഈ ദർശനം എന്നോട് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ഭാരം ഉണ്ടായിരുന്നു. എന്നാലും ദൈവിക ദർശനം പ്രാപിച്ചതുകൊണ്ട് ഞാനും അതിനകത്ത് ഭാഗവാക്കായി തീരുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അന്ന് മുതൽ വളരെ ശക്തമായി തന്നെ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇടയായി തീർന്നു. ഏറ്റവും ഒടുവിൽ ദൈവം എന്നോട് ചോദ്യം ചോദിച്ചു, മകനെ, ഞാൻ അബ്രഹാമിനെ ചോദിച്ചത് ഇസ്മായിലിനെ അല്ല, ഇസ്ഹാക്കിനെ ചോദിച്ചത്. 25 വർഷം കാത്തിനെ പ്രാപിച്ച ഇസ്ഹാക്കിനെ ചോദിച്ചപ്പോൾ കൊടുക്കുവാൻ യാതൊരു മടിയും കൂടാതെ അബ്രഹാം അനുസരിച്ചതുകൊണ്ട് ഞാൻ അവനെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചതുപോലെ നീ സ്നേഹിക്കുന്നതിന് ഇരിക്കുവാൻ വിട്ടു വന്നാൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാം. ഈ വാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിത് മനസ്സിൽ തീരുമാനിച്ചു ഒരു ജോലി രാജിവെക്കുവാനും എഴുന്നേറ്റ് സാക്ഷ്യം പറയുകയും ക്യാപ്റ്റൻ ഷോമേല് പാസ്റ്റർ ജേക്കബ് തുടങ്ങിയുള്ള നിർത്തിനിലെ 10-200 വേലക്കാരൻ ചുറ്റുമുണ്ടാകുന്ന റൂട്ടുബന്ധത്തിൽ തന്നെ കൈവച്ചെന്നെ പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് പറഞ്ഞിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അവിടേക്കുള്ള പ്രത്യേക ദർശനപ്രകാരം നാട്ടിൽ വന്ന് 21 ദിവസം പ്രവർത്തനത്തിന്റെ അങ്കണത്തിൽ കുട്ടൽ കെട്ടി ഉപസിക്കുവാൻ കർത്താവ് സഹായിച്ചു. പാസ്റ്റർ ജേക്കബ് ഒരുമിച്ച് 100ഓളം ഹിന്ദിക്കാരൻ കടന്നു വന്നു. പ്രാരംഭത്തിൽ 75-100 പേരായി തുടങ്ങിയ പ്രാർത്ഥന അവസാന ദിവസം 10,000 പേര് കൂടിയ വലിയ ഒരു പ്രാർത്ഥനാ സംഘവുമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. 300-ലധികമുള്ള വിഷയം പ്രാപിച്ച് 78 പേരെ സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അനേക അത്ഭുതങ്ങൾ ആ പന്തിൻ്റെ ദൈവം നൽകി തന്നു. ആ പ്രാർത്ഥനയിൽ ദൈവം തന്ന ദർശനമാണ് തിരുവല്ല പട്ടണത്തിലെ വേല. 1992 ഫെബ്രുവരി മാസം 13-ാം തീയതി ആ പ്രാർത്ഥന തീരുകയും 23-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തിരുവല്ല പട്ടണത്തിൽ നോകന്റെ ശങ്കരമോളം എന്നറിയപ്പെടുന്ന മാന്യനായ സഹോദരൻ്റെ വീടിൻ്റെ കൊച്ചുമുറിയിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ പ്രയാസന്റെ സഭ തുടങ്ങുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അന്നത്തെ ആദ്യത്തെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുക്കം ചിലരായി തുടങ്ങിയ ഈ വേല ഇത്രത്തോളം വളരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ദൈവവചനത്തിൽ പറയുന്നത് പോലെ നട്ടവനും നടുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നവൻ ക്രിസ്തു അത്ര. ചുരുങ്ങിയ സമയം കൊണ്ട് ആ മുറി നിറഞ്ഞു കഴിയാനും മുറി വിസ്താരപ്പെടുത്തുവാനും കർത്താവ് സഹായിച്ചു. അവിടെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഹോമിന്റെ വിശാലമായ ഹാളിലേക്ക് ആരാധന മാറ്റി. അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിലുള്ള പട്ടണത്തിന്റെ ഹൃദയഭാഗത്തെ 10 സെന്റ് സ്ഥലം തരുവാനും അവിടെ മനോഹരമായ 3 നിലയുള്ള ആരാധനാലയം പണിയുവാനും കർത്താവ് സഹായിച്ചു. 400 പേർക്ക് മാത്രം ഇരിക്കുന്ന സൗകര്യമുണ്ടായിരുന്ന ആരാധനാലയം തുടങ്ങിയ ദിവസം തന്നെ നിറഞ്ഞു കഴിയുവാൻ ഇടയായി തീർന്നു. യാക്കോബ സഭ നടന്നു വന്ന് പീഡികയിൽ അച്ഛനെ സ്നാനപ്പെടുത്തിയാണ് ആരാധനാലയം ഉദ്ഘാടനം ചെയ്യുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചത്. ആരാധനയ്ക്ക് ആളുകൾ കൂടി വന്നപ്പോൾ 2 ഷിഫ്റ്റായി ആരാധന തുടങ്ങാൻ കർത്താവ് സഹായിച്ചു. 8 മണിക്കും 11 മണിക്കും. നീണ്ട 10 വർഷത്തെ പ്രാർത്ഥന മറുപടിയായി തിരുവല്ല മഞ്ഞാടിയിലെ ഏകദേശം 1 ഏക്കർ സ്ഥലവും വിശാലമായ ആരാധനാലയവും നമുക്ക് സർവശക്തനായ ദൈവം നമുക്ക് തരുവാൻ റെഡിയായി തീർന്നു.
ഏകദേശം 1000 പേർ ഇരിക്കുന്ന ഹാളിലാണ് ഇപ്പോൾ ആരാധന നടന്നു വരുന്നത്. ആ ഹാൾ നിറഞ്ഞു കഴിഞ്ഞ ആത്മാക്കളുടെ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു, പുതിയ ആത്മാക്കളുടെ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. സഭയിൽ ശക്തമായ പ്രാർത്ഥന ഉണ്ട്, ഉപവാസ പ്രാർത്ഥനകളും മറ്റുള്ള ക്രമീകരിക്കപ്പെട്ട യോഗങ്ങളും നടന്നു വരികയാണ്. ഏകദേശം 100-125 കുഞ്ഞുങ്ങളോളം സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്. 17-18 അധ്യാപകന്മാരും അധ്യാപികമാരും സൺഡേ സ്കൂൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സഭ മുന്നോട്ട് പോകുന്നതിൽ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. ലോക ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സഭയിലെ അംഗസംഖ്യ എത്രയോ ചുരുക്കമാണ്. വിശ്വാസത്തിന്റെ അളവുകൾ നമുക്കുണ്ടെങ്കിൽ അളവുകൾക്ക് അപ്പുറത്തായി പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തന്റെ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക മർമ്മങ്ങൾ മനസ്സിലാക്കണം. സന്തോഷമായി പോകുന്ന ഒരു കുടുംബം, ഭാര്യ ഭർത്താവ് ഭർത്താവ് ഉഴപ്പൊന്നും അവരെ പിതാവും മാതാവും പറയുന്ന അനുസരിക്കുന്നില്ല, സഭ ആരാധനയ്ക്ക് വരുന്നില്ല, കൂട്ടങ്ങൾക്ക് വരുന്നില്ല, സന്തോഷം നഷ്ടപ്പെടുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ്. എൻ്റെ ഭാര്യ ബീന, മക്കൾ മന്ന ആൻഡ് ജിബിൻ, അവരെല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ശുശ്രൂഷയിൽ നിൽക്കുന്നു. ഞങ്ങൾ ഫുൾ ടൈം കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. രാവിലെ മുതൽ രാത്രി വരെയും അങ്ങനത്തെ ഒരു കയറി ഇറങ്ങിയ ശുശ്രൂഷ പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബമായാണ് കടന്നു പോകുന്നത്. എൻ്റെ എല്ലാ ശുശ്രൂഷയുടെ കൈത്താങ്ങൾ എൻ്റെ കുടുംബമാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ശക്തമായ നിന്റെ കുടുംബമായി ഞാൻ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. പിതാക്കന്മാർ കാണിച്ച ആ നല്ല മാതൃക തലമുറകളെ കൈമാറുവാൻ ഞങ്ങൾക്കിടയാതിൽ വളരെ സന്തോഷമുണ്ട്. വലിയ ഭാവി പ്രത്യാശ ഞങ്ങൾക്ക് ഈ സഭയെക്കുറിച്ചുണ്ട്. 10,000 കൂടുതൽ വലിയ സഭയായി കർത്താവ് സഭ ഉയർത്താൻ പോകുന്നു. TV മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള വളരെ ശക്തമായ പ്രവർത്തന പദ്ധതികളുടെ ഭാവിയിൽ തുടരുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന പ്രതീക്ഷിക്കുകയാണ്. തിരുവല്ലായിലെ പരിസരങ്ങളിലോ ഉള്ള പ്രിയപ്പെട്ടവർക്ക് ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ എല്ലാ സഭയുമായി ബന്ധപ്പെടുവാനും നിങ്ങളുടെ കോൺടാക്ട് ചെയ്യുവാനും ഹൃദയപൂർവ്വമായി ക്ഷണിക്കുന്നു. സഭ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കുന്ന പ്രയർ സെന്റർ സഭ തിരുവല്ലായിൽ നിങ്ങൾക്കായിട്ടുണ്ട്. കടന്നു വരിക, പ്രാർത്ഥിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഞങ്ങൾ ദൈവത്തിനും ദൈവവചനത്തിനും പ്രഥമ സ്ഥാനം നൽകുന്നു. ഞങ്ങൾ പാരമ്പര്യത്തെ അല്ല, പഠ്യോപദേശത്തെ ഉയർത്തുന്നു. ഞങ്ങൾ വിശുദ്ധ ജീവിതത്തിന് ആഹ്വാനം നൽകുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു. ഞങ്ങൾ യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. ഞങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് കൗൺസിലിംഗ് നൽകുന്നു. ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണം എന്നാഗ്രഹിക്കുന്നവർ, അത് സ്വദേശത്തു നിന്നോ വിദേശത്തു നിന്നോ ആയിക്കോട്ടെ, ഏവർക്കും സ്വാഗതം. ഞായറാഴ്ച രാവിലെ ആരാധന നടക്കുന്നത് 8 മുതൽ 11:30 വരെയും സൺഡേ സ്കൂൾ നടക്കുന്നത് 11:30 മുതൽ 12:30 വരെയും ആണ്. കൂടാതെ ഇടമീറ്റിങ്ങുകൾ ബുധൻ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളും നടത്തപ്പെടുന്നു. അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ഈ മീറ്റിങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഏവർക്കും ഒരു പ്രാവശ്യം കൂടെ തിരുവല്ലായിൽ ജോസീസ് ജംഗ്ഷനിൽ നിന്നും പുഷ്പഗിരി റോഡിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന IPC പ്രയർ സെന്ററിലേക്ക് സ്വാഗതം.